അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരു നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ ദാസൻ പ്രിയ പ്രസാദ് എബ്രഹാം അവറുകളാണ്. തന്റെ ജീവിതാനുഭവം നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥന സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. ജീവിതത്തില് ഒരു മദ്യപാനിയായിരിക്കുകയും അപ്പോൾ തന്നെ തൻ്റെ ഒരു വശം തളർന്നു പോയി തനിക്ക് ജീവിക്കുവാൻ കഴിയാതെ ആത്മഹത്യയുടെ വക്കിൽ എത്തിച്ചേർന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചപ്പോൾ തൻ്റെ ജീവിതത്തിലുണ്ടായ അത്ഭുതകരമായ മാനസാന്തരത്തിന്റെ ചില അനുഭവങ്ങൾ അരോമ ടി വി പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കുന്നു. നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം. ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിശേഷം പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും താല്പര്യമുള്ള പ്രിയപ്പെട്ടവർക്ക് പങ്കെടുക്കുവാൻ അവസരമുണ്ട്. നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പ്രിയ പ്രസാദ് എബ്രഹാം അവരുടെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകർക്ക് സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ അരോമ ടിവിയുടെ കേൾക്കുന്ന എല്ലാ മാന്യരായ പ്രേക്ഷകർക്കും കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ദാനിയേൽ പാസ്റ്റർക്കും വേഗം കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ സ്നേഹത്തെ അറിയിക്കുന്നു. ഇങ്ങനെ ഇതൊക്കെ സാവകാശം കർത്താവ് ഒരുക്കി തന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇളയവന്റെ സാക്ഷ്യം നിരാശരിക്ക് അനേകർക്ക് പ്രത്യാശ നൽകുന്നതായി തീരാൻ കർത്താവ് സഹായിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് പ്രസാദ് എബ്രഹാം എന്നാണ്. ഞാൻ തിരുവല്ലായിൽ കുറ്റൂർ എന്ന ഗ്രാമത്തിലെ ഒരു യാക്കോബായ ഗ്രാനായ പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. എൻ്റെ മാതാപിതാക്കള് സമുദായത്തോട് ബന്ധിച്ച് എൻ്റെ വല്യപ്പച്ചൻ ഒരു വൈദികനായിരുന്നു. അതുകൊണ്ട് ആ രീതിയിൽ പള്ളിയുമായിട്ടുള്ള ബന്ധത്തിനെല്ലാം ഇതിനെ വളർത്തി എൻ്റെ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പാപ്പൻ ഡൽഹിയിലുണ്ടായിരുന്നു. ഡൽഹിയിലോട്ട് എന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചു. അവിടെ പോയി പഠിക്കാനൊക്കെ ആയിട്ട് അവിടെ ദൈവത്തിൻ്റെ കൃപയാൽ 1984 ഞാൻ അവിടെ എത്തി. അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉസ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഡൽഹിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ BTC എന്നൊരു കോഴ്സ്, ബേസിക് ട്രെയിനിങ് കോഴ്സ് എന്ന കോഴ്സ് 3 വർഷത്തെ ഡിപ്ലോമയ്ക്ക് അപ്രന്റീസ്ഷിപ്പോട് എനിക്ക് അഡ്മിഷൻ കിട്ടി. അവിടെ പഠിച്ച് 3 വർഷം തികയുന്നതിന് മുമ്പേ എനിക്ക് ജോലി കിട്ടി. ആ ജോലിയിൽ അതിന് മുമ്പേ താമസിക്കുന്ന അപ്പാപ്പൻ്റെ കൂടെ ആയിരുന്നു. അത് കഴിഞ്ഞ് ജോലി കിട്ടാൻ ഞാൻ അപ്പാപ്പൻ്റെ നിന്ന് മാറി വേറൊരു കൂട്ടുകാർ താമസിക്കുന്നുണ്ടെങ്കിൽ ആ കൂട്ടുകാർ താമസിക്കുമ്പോൾ ഞാൻ വലിയ മദ്യപാനിയായി തീർന്നു. അങ്ങനെ മദ്യപാനത്തിൽ വലിയൊരു മദ്യപാനിയായി തീർന്ന് മദ്യം ഒഴിച്ചുകൂടാത്ത സാഹചര്യം വന്നു. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ 1994 വിവാഹിതനായി ഒരു കുടുംബമായി താമസിക്കുന്ന സ്ഥലത്ത് ഒരു പെന്തിക്കോസ് ഫാമിലി ഉണ്ടായിരുന്നു. അവർ സുവിശേഷമൊക്കെ ചെയ്യുന്നവരും കർത്താവിൻ്റെ വേലയിൽ ഉള്ള താല്പര്യമുള്ള കുടുംബമായിരുന്നു. അദ്ദേഹം വീട്ടിലെ സഹോദരൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിൽ എല്ലാ ബുധനാഴ്ചയും മീറ്റിംഗ് നടക്കുമായിരുന്നു, പ്രയർ മീറ്റിംഗ്. ഷാരോ ഫെലോഷിപ്പിൻ്റെ ഒരു പാസ്റ്റർ വന്ന് പാസ്റ്റർ ജോസ് കെ മാത്യു അദ്ദേഹത്തിൻ്റെ കുടുംബം വന്ന് പ്രാർത്ഥന നടത്തുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ വൈഫ് അവിടെ രാവിലെ പച്ചക്കറിക്കാരോട് പച്ചക്കറി മേടിക്കുമ്പോൾ അപ്പുറത്ത് ജേക്കപ്പുറത്തിൻ്റെ വൈഫും ഉണ്ടായിരുന്നു, വത്സാൻ്റെ ഞങ്ങൾ വിളിക്കുന്നത്. പക്ഷേ വൈഫിൻ്റെ ഹിന്ദിയൊക്കെ കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇതൊരു മലയാളിയാണെന്ന്. അപ്പോൾ അവരങ്ങനെ പരിചയപ്പെട്ടപ്പോൾ പക്ഷേ എൻ്റെ വൈഫ്, ഞാൻ മദ്യപാനം കാരണം പുള്ളിക്കാരത്തി ഭയങ്കര ഡിസ്റ്റർബായിരുന്നു. അപ്പോൾ അവർ പ്രാർത്ഥിക്കുന്ന കുടുംബമായപ്പോൾ വൈഫ് അവിടെ പ്രയാസമെല്ലാം ഷെയർ ചെയ്തു. അപ്പോൾ വത്സാൻ്റെ പറഞ്ഞു സാറെ അവിടെ ഷെയർ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ആ ജയിക്കപ്പെടുന്ന സഹോദരൻ എപ്പോഴും എന്നെ മീറ്റിങ്ങിന് വിളിക്കുമായിരുന്നു. ബുധനാഴ്ച ദിവസം മീറ്റിംഗ് ഉണ്ട് വാങ്ങാൻ. പക്ഷേ ഞാൻ പോകത്തില്ല. എനിക്ക് വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് എനിക്ക് അണ്ടർ വീഴ്ച കൊണ്ട് ഞാൻ പോകത്തില്ലായിരുന്നു. ഒരു ദിവസം ഞാൻ പറഞ്ഞപ്പോൾ വൈഫിനോട് നീ പോയി കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അവൾ പോയി. ഒരു ദിവസം പാസ്റ്റർ കുടുംബം എന്നെ വിസിറ്റ് ചെയ്യാൻ വന്ന് അവരുമായിട്ട് സംസാരിച്ചു. പിന്നെ അവരുടെ വരവ് എനിക്ക് ബുദ്ധിമുട്ടായി. പെന്തിക്കോസ് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അതൊന്നും അറിയത്തില്ലായിരുന്നു. പള്ളിക്കാരനായിരുന്നോ എനിക്ക് പെന്തിക്കോസ് എന്താണെന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ പുള്ളിക്കാരനെ എല്ലാ ബുധനാഴ്ച എന്നെ വിസിറ്റ് ചെയ്യാൻ വരും. അപ്പം ഞാനാണ് ബുധനാഴ്ച ഡ്യൂട്ടി കഴിഞ്ഞ് അവൾ പോയിട്ട് വരുമ്പോൾ ഞാനാണ് വീശിയൊക്കെ ഇരിക്കും. പക്ഷെ പിന്നെ അവർ വരുമ്പോഴത്തേക്ക് എനിക്ക് അറിയാൻ പറ്റുന്നു. അപ്പോൾ ഞാൻ അതിന് മുമ്പേ കഥവെല്ലാം തുറന്നിട്ട് ഫാനെല്ലാം ഓൺ ചെയ്ത് വായൊക്കെ കഴുകി അടുക്കള വെച്ചാണ് കുടിച്ചുകൊണ്ടിരുന്നത്. അടുക്കളയെല്ലാം പിന്നെ എല്ലാം മണമൊന്നും അടിക്കാതിരിക്കാൻ സെറ്റൊക്കെ ചെയ്തിട്ട് വരുമ്പോഴത്തേനും ഞാനത് സ്വീകരിക്കും.
അങ്ങനെ ഒരു ദിവസം അങ്ങനെ അവർ സ്ഥിരമായിട്ട് വരുവാൻ സോഷ്യൽ പറയാൻ നോക്കിയപ്പോൾ എനിക്ക് അവരോട് താല്പര്യം തോന്നി. കാര്യം അവർ അദ്ദേഹത്തിൻ്റെ വൈഫ് തിരുവല്ലക്കാരനാണ്. അവർ വൈഫ് ഒരു ആക്സിഡൻറ്റിൽ കാലൊക്കെ ഒടിഞ്ഞ് കമ്പിയൊക്കെ ഇട്ടേക്കും നടന്ന് കുത്തി വരുമ്പോൾ എനിക്ക് ഞാൻ അവിടെ എന്നോടുള്ള താല്പര്യം കാണിച്ചു. എനിക്ക് അവരോട് താല്പര്യം തോന്നി. ഇങ്ങനെ ഒരു ദിവസം ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ ജേക്കബ് രാവിലെ എന്നെ ഒന്ന് വിളിച്ചു. എന്നോട് പറഞ്ഞു, പ്രസാദ് ഇതുമായിട്ട് ഞാൻ വീട്ടിൽ മീറ്റിംഗ് ഉണ്ട്, അപ്പം വരണം. അവരുടെ വിവാഹം കഴിഞ്ഞ സമയമായിരുന്നു. വിവാഹത്തിൽ പാർട്ടി കൊടുക്കുന്നു, പാർട്ടി വന്ന് സംബന്ധിക്കണം എന്ന് പറഞ്ഞു, പ്രാർത്ഥനയുണ്ടെന്ന് പറഞ്ഞു. അന്ന് ഞാൻ വന്ന് വൈകിട്ട് പോയി. ചെന്ന് കഴിഞ്ഞപ്പോൾ അതോട് കയറി അവരെന്നെ എല്ലാവരും കൂടി പിന്നെ മുന്നോട്ട് പോയിരിക്കാൻ പറഞ്ഞു. മുന്നിൽ പോയിരുന്നു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറേ സഹോദരന്മാരായിരുന്നു. ഭയങ്കര കയ്യടി, ഭയങ്കര കണ്ണ് പൊട്ടുന്ന ചെവി പൊട്ടുന്ന കയ്യടിയായിരുന്നു. ചെവി പൊട്ടുന്ന കയ്യടിയും ഭയങ്കര അന്യഭാഷ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്നെ തെളിതെളിങ്ങി ഫ്രണ്ടിൽ പാഷ എടുക്കൊണ്ടിരുത്തി. ഞാനങ്ങനെ എനിക്ക് സൗണ്ടും ബഹളമെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകാനായിട്ട് തിരിച്ചിറങ്ങിയപ്പോഴത്തെ വാതിൽ ആൻറ്റി ഇരിക്കുക. ആൻറ്റിയുടെ കാലൊടിഞ്ഞാണ്ട് ആൻറ്റി കാല് നേരെ വെച്ച് എനിക്ക് ഇറങ്ങി പോകാനും പറ്റില്ല. ആൻറ്റി പറഞ്ഞ് പുറകെ പോകേണ്ട, മുന്നോട്ട് കയറി ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ മുന്നോട്ട് കയറി ഇരുന്ന് അവിടെ ഇരുന്നു. ഒരു പ്രകാരത്തിൽ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഇറങ്ങി പോകുന്നു. ഞാൻ എനിക്ക് പൊട്ടൊന്നും വേണ്ട, ഞാൻ പോവാം. ഞാൻ വീട്ടിൽ പോയി. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ മദ്യപാനം കുറവൊന്നും ഇല്ലായിരുന്നു. പിന്നെ മദ്യപാനം അങ്ങനെ തോന്നുകൊണ്ടിരുന്നു. പക്ഷേ എന്നെ അവസാനം എനിക്ക് തോന്നി മദ്യപാനം നിർത്തിയാൽ കൊള്ളാമെന്ന്. അങ്ങനെ ഒരു ദിവസം രാവിലെ ഡ്യൂട്ടിക്ക് 1994 സെപ്റ്റംബർ 27 ബുധനാഴ്ച രാവിലെ ജേക്കബ് പിന്നെ എന്നെ വിളിച്ചു, പ്രസാദമായിട്ട് മീറ്റിംഗ് വരണം, മീറ്റിംഗ് ഉണ്ട്, തിരുവല്ലക്കാരൻ ഉപദേശിച്ചെന്ന് പ്രസംഗിക്കുമെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ കൂടെ അന്ന് ഞാൻ വൈഫിനോട് പറയും, നമുക്ക് വൈകിട്ട് പോവാം, തിരുവല്ലക്കാരൻ ഒന്ന് കാണാം. അങ്ങനെ ഞാൻ വൈഫിനോട് ഞാൻ പറഞ്ഞു, ഞാൻ വൈകിട്ട് ഡ്യൂട്ടി വരുമ്പോൾ നീ എൻ്റെ ഇടാനുള്ള ഡ്രസ്സൊക്കെ ഒന്ന് ദൈവം വിശേഷിക്കണം. അതുപോലെ തന്നെ ഞാൻ വൈകിട്ട് എനിക്ക് ഡ്യൂട്ടിയിൽ നിന്ന് ഇറങ്ങണം തന്നെ 8 മണി വരെ ഡ്യൂട്ടി, 7:30 ആകുമ്പോഴേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. 8 മണി ഇറങ്ങാൻ പറ്റില്ല. 8 മണിക്ക് മുമ്പ് എനിക്ക് കമ്പനിയിലെ ഞാൻ സ്റ്റീൽ ഒരുക്കുന്ന കമ്പനിയിലാണ്. അപ്പോൾ വൈകിട്ടത്തെ പർച്ചേസിങ്ങിൻ്റെ എത്ര ടൺ പർച്ചേസ് ചെയ്തു, എന്താ പ്രൊഡക്ഷനായി എത്ര ഡിസ്പാച്ച് ചെയ്തു, ആ ഡീറ്റെയിൽസ് എല്ലാം എഴുതി മുതലാളി അറിയിക്കണം. അത് കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അന്ന് ദൈവത്തിന് പണിക്ക് വൈകിട്ട് യോഗത്തിന് ഭയങ്കര താല്പര്യമായിരുന്നു. അന്ന് ആയാലും 7:30 ആയപ്പോഴത്തേന് മുതലാളിയുടെ ഫോൺ വന്നു. അതിന് മുമ്പ് എല്ലാം ഞാൻ കൊടുത്തു. 7:30 ആയപ്പോൾ ഞാൻ ഇറങ്ങി. വീട്ടിൽ നിന്നുമ്പോൾ വൈഫ് പാൻറ്റ് ഷർട്ടും തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരുക്കൊണ്ട് തിരുവല്ലക്കാരൻ ഭാഷ കാണാൻ അവിടെ പോയി ചെന്ന് കയറി. അവിടെ കയറിയപ്പോൾ പാഷ കെ എബ്രഹാം ആയിരുന്നു, തിരുവല്ലയുടെ പാഷ കെ എബ്രഹാം ആയിരുന്നു പ്രസംഗിച്ചത്. വന്ന് പുള്ളി പ്രസംഗിച്ച് അടിസ്ഥാനം പറഞ്ഞു വന്നു, ഇത് എന്ത് ചെയ്യുന്നു ഒരു വാക്യത്തിൽ നിന്ന് പുള്ളി വന്ന് പ്രസംഗിച്ചു. അന്നത്തെ പ്രസംഗം ഒത്തിരി പ്രസംഗം എനിക്ക് എന്നോട് സംസാരിക്കാൻ ഇങ്ങനെ തോന്നി. കാര്യം ഞാൻ ഇവിടെ പള്ളിയിലെ മധുവായി ശുശ്രൂഷിക്കുന്ന വ്യക്തിയായിരുന്നു. അപ്പം അന്നത്തെ പുള്ളിയുടെ ശുശ്രൂഷയിൽ ഇങ്ങനെ പറഞ്ഞു, മധുവായി ശുശ്രൂഷിച്ചുകൊണ്ടോ കുടുംബത്തിൽ അച്ഛനുള്ള വൈദികം ഉള്ളതുകൊണ്ട് നീ ഒരിക്കലും രക്ഷിക്കപ്പെടത്തില്ല, ഒരു വിശുദ്ധനാകത്തില്ല എന്ന് അങ്ങനെ എന്നോട് സംസാരിക്കാൻ എനിക്ക് തോന്നി. അവസാനം പ്രസംഗം കഴിഞ്ഞ് എല്ലാവരും കൈയടിച്ച് ആരാധിക്കാൻ പാട്ടൊക്കെ ആരാധിച്ചപ്പോൾ ഞാനും ആദ്യമായിട്ട് കൈയടിച്ച് ആരാധിക്കുന്നു. അപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഏറ്റവും ആഗ്രഹം മദ്യപാനം നിർത്താനുള്ള ഏറ്റവും ആഗ്രഹമുള്ളൂ. അപ്പോൾ പുള്ളി എൻ്റെ എല്ലാവരും കൈ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എന്തെങ്കിലും പ്രാർത്ഥന വിഷയങ്ങൾ ഉറക്കെ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാൻ കൈ അടിച്ച കർത്താവ് എൻ്റെ മദ്യപാനം നിർത്തി തരണമെന്ന് ഭയങ്കരമായിട്ട് ശക്തി പ്രാർത്ഥിച്ചു. വലിയൊരു ശക്തി എൻ്റെ മേൽ വന്നു. എനിക്ക് കരച്ചിൽ വന്നു, ഭയങ്കരമായിട്ട് ഞാൻ കരഞ്ഞു, ഉറക്കെ കരഞ്ഞു, ആമറി കരയായിരുന്നു ഞാൻ. എനിക്കറിയത്തില്ല എന്നെ കരഞ്ഞെന്ന്. കരഞ്ഞ് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ കർത്താവ് പിന്നെ ബാർ പ്രാർത്ഥിച്ചു, കർത്താവ് എൻ്റെ മദ്യപാനം നിർത്തി തരണമെന്ന് ബാർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഭയങ്കര ശക്തി എന്നെ മേൽ വന്നിട്ട് അവസാനം എല്ലാവരും ഇരുന്നപ്പോൾ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോൾ പാഷ എന്നെ ഒന്ന് അണച്ച് പിടിച്ചിരുത്തി പുള്ളി അവിടെ പിന്നെ പറഞ്ഞു, ആർക്കെങ്കിലും ഈ ക്രിസ്തുവിനെ യേശുവിനെ രക്ഷിതാവ് സ്വീകരിക്കണമെങ്കിൽ ഇപ്പോൾ സ്വീകരിക്കാൻ. ഞാൻ ചാടി, എനിക്ക് യേശുവിനെ വേണമെന്ന് പറഞ്ഞ് ഞാൻ ചാടി എണീറ്റു. അന്ന് അങ്ങനെ ക്രിസ്തുവിനെ ഞാൻ സ്വീകരിച്ചത്. അന്ന് ഞങ്ങളുടെ ഇവിടെ വേറെ ഒന്നുകൊണ്ട് പുതിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഒരു രവിയസ് പിള്ളി, അവരുടെ വൈഫ്, അവർ ഹിന്ദുക്കളായിരുന്നു, അവർ സ്കൂൾ അധ്യാപകരായിരുന്നു, അവരൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം അന്ന് ക്രിസ്തുവിനെ സ്വീകരിച്ചു. അങ്ങനെ 2-3 ഫാമിലി, അതിലൊന്ന് ഞാനും അന്ന് സ്വീകരിച്ചു. അതിൻ്റെ പിറ്റേ ദിവസം ഞായറാഴ്ച അവിടെ ആരാധനയ്ക്ക് പോയി. അവരെല്ലാം സാക്ഷ്യം പറഞ്ഞു, ശാണപ്പെടണമെന്ന്. ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ ഒക്ടോബർ 16 രവിസാറിൻ്റെ സ്നാനത്തിൻ്റെ ഡേറ്റ് തീരുമാനിച്ചു. എന്നോട് പറഞ്ഞു, പ്രസാദം വരണമെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ കൂടെ ഞാൻ വീട്ടിൽ എൻ്റെ അമ്മയ്ക്ക് എഴുത്തയച്ചാൽ ഞാൻ സ്നാനപ്പെടാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയുടെ മറുപടി ഒന്നുമില്ല. അപ്പോൾ 16 അവരെല്ലാം നിർബന്ധിച്ച് ഞാനും ഡ്രസ്സും ഒക്കെ ആയിട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് അമ്മയുടെ മറുപടി വന്നില്ല. എനിക്ക് പ്രയാസം. ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പം സ്നാനപ്പെടുന്നില്ല, അമ്മയുടെ മറുപടി വന്നിട്ട് സ്നാനപ്പെടുന്നു പറഞ്ഞു. ഞാൻ അതുപോലെ ഡ്രസ്സുമായിട്ട് തിരിച്ചിങ്ങി പോകുന്നു. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ വീട്ടിൽ ലെറ്റർ കിടക്കുന്നു, അമ്മയുടെ മറുപടി വന്നേക്കുന്നു, എൻ്റെ മക്കൾ സത്യം നടക്കുന്നത് കേൾക്കാൻ വലിയ സന്തോഷം എനിക്കില്ലെന്ന് പറഞ്ഞു. അത് കേട്ട് ഞാൻ അവരോട് പറഞ്ഞു. അവർ പിന്നെയും ജേക്കബിനോട് ഞാൻ പറഞ്ഞു, മറുപടി വന്നു, അമ്മ
സമ്മതിച്ചെന്ന് പറഞ്ഞു. പിന്നെ അവർ പാസ്റ്ററോട് സംസാരിച്ച് പിന്നെ നവംബർ 4 1994 നവംബർ 4 എൻ്റെ സ്നാനം, ഞങ്ങളുടെ സ്നാനം ചെയ്യാനായിട്ട് തീരുമാനിച്ചു. എൻ്റെ കൂടെ വേറെ 1-2 പേരും ഉണ്ടായിരുന്നു. അങ്ങനെ ഡൽഹി വെച്ച് 1994 അന്നത്തെ ഷാരോൺ ശലോമോൻ്റെ കോർഡിനേറ്റർ ആയിരുന്ന ജോർജ് പാസ്റ്ററുടെ കൈക്കീഴിൽ അന്ന് ഞങ്ങൾ സ്നാനപ്പെട്ടു. അങ്ങനെ പ്രാരംഭപ്പെട്ട് ഇങ്ങനെ സമയമായിട്ട് ഇങ്ങനെ ആരാധിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ദൈവത്തിന് കൃപയാൽ അങ്ങനെ ഡൽഹിയിലെ ജീവിതമല്ലേ, ജോലി സംബന്ധമായ പലരും മാറി താമസിക്കേണ്ടി വന്നു. പിന്നെ അന്ന് വരുമാനം സാമ്പത്തികമായ നമ്മൾ കിട്ടുന്ന ശമ്പളം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചിലവ് കഴിഞ്ഞ് പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടി. അങ്ങനെ 2 മക്കൾ എനിക്ക് ജനിച്ചു. മോളുണ്ടായി. ആദ്യം എനിക്ക് 2 മക്കളാണ്. ആദ്യത്തെ മോളാണ്. മോള് ജനിച്ചു കഴിഞ്ഞപ്പോൾ വൈഫിനോട് ജോലിക്ക് വിടാനായിട്ട് റേഡിയേഷൻ പറഞ്ഞായിട്ട് നാട്ടിൽ പറഞ്ഞു വിട്ടു പഠിക്കാനായിട്ട്. അപ്പം ഞാൻ ഡൽഹിയിലെ ഇച്ചിരി വാടക കൂടിയ വീടൊക്കെ കുറഞ്ഞ ഒരു സ്ഥലത്തോട്ട് ഒരു വാടക കുറഞ്ഞ റൂം എടുത്ത് മാറി. അങ്ങനെ കഴിഞ്ഞപ്പോൾ നാട്ടിൽ അവർക്ക് ഫീസ് അടയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഒരു ദിവസം അപ്പോൾ എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനായിട്ട് കമ്പനിക്ക് വണ്ടി വന്നിട്ടുണ്ട്, സ്കൂട്ടർ വന്നിട്ടുണ്ട്. ഡെയിലി 200 രൂപയുടെ പെട്രോൾ അടിക്കണം. ഒരു ദിവസം എനിക്ക് ദൈവത്തിൻ്റെ കാര്യം പറയാം കേട്ടോ. ഒരു ദിവസം ഭയങ്കരമായിട്ട് ഭൗതികമായിട്ട് ബുദ്ധിമുട്ട്. ഞാൻ വിഷമിച്ചു വന്നു. വൈഫിന് പൈസ അയച്ചു കൊടുക്കണം, ശമ്പളം കിട്ടണം, 7-ാം തീയതി കഴിയണം. ഇതേണ്ട മാസം അവസാനമായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ഭാരപ്പെട്ട് ഇങ്ങനെ വീടിൻ്റെ ബാൽക്കണിയിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. കരഞ്ഞുകൊണ്ട് പേര് ചെവിക്കാതെ ഒരു എന്നോട് പറഞ്ഞു, മകനെ എന്താണ് കരയുന്നത്, നീ അകത്ത് 34 സങ്കീർത്തനത്തിൽ വായിക്കാൻ പറഞ്ഞു. ഞാൻ നോക്കി ഇതാരും എന്നോട് സംസാരിക്കുന്നത് മനസ്സിലായില്ല. ഞാൻ പിന്നെ അകത്ത് പോയി 34 സങ്കീർത്തനം വായിച്ചപ്പോൾ ഒത്തിരി ആശ്വാസം വന്നു. യഹോവയെ കാത്തിരിക്കുന്നത് ശക്തി അതില്ല, അവൻ്റെയൊക്കെ നോക്കി പ്രകാശത്തിൽ അടമുഖം ലജ്ജിച്ചു പോയതുമില്ല എന്നുള്ള വചനമൊക്കെ എന്നെ ഒത്തിരി ബലപ്പെടുത്തി. യഹോവ തൻ്റെ ഭക്തർ ഒന്നിനും മുട്ടില്ല എന്നുള്ള വചനമൊക്കെ ഒത്തിരി ബലപ്പെടുത്തി. ഇങ്ങനെ മുന്നോട്ട് പോയി. ദൈവം അന്ന് എനിക്ക് പെട്രോൾ അടിക്കാനുള്ള പൈസ 200 രൂപ വേണം. എൻ്റെ 5 കാശ് നോക്കി തപ്പിയിട്ടം 200 രൂപ ഉണ്ടായിരുന്നു, തപ്പിയിട്ടം കാണുന്നുമില്ല. അവസാനം ഇങ്ങനെ കരഞ്ഞ് പൈഡ് വായിച്ചു വന്നപ്പോൾ താഴെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ ഡ്രസ്സ് അലക്കാനായിട്ട് അവിടെ ഒരു സ്ത്രീയെ കൊടുക്കുമല്ലോ, അവർക്ക് ഒരു 15 ഷർട്ട് അലക്കി 40 രൂപയാണ്. അന്നത്തെ ഡ്രസ്സ് അലക്കാൻ അവരെ കൊടുത്തു. അത് എൻ്റെ പോക്കറ്റിൽ 200 രൂപ ഉണ്ടായിരുന്നു. അത് അവരെനിക്ക് കൊണ്ട് തന്നു. നിങ്ങളുടെ പോക്കറ്റിൽ കിട്ടിയ 200 രൂപ കൊണ്ട് പെട്രോൾ അടിച്ച് ഡ്യൂട്ടിക്ക് പോയി. അങ്ങനെ പല സംഭവങ്ങളുണ്ടായി. അങ്ങനെ മുന്നോട്ട് പോയ സമയത്ത് ദൈവം വിദേശത്ത് വഴിയൊരുക്കി. അതും 95 വിദേശമാണ്. ഒരാൾ എന്നോട് ചോദിച്ചു, പ്രസാദ് ഒരു എഞ്ചിനീയർ എന്നോട് ചോദിച്ചു, പ്രദേശമാണ് താല്പര്യമുണ്ട്, ഒരു വേക്കൻസി ഉണ്ട് മൗറീഷ്യസിലാന്ന് പറഞ്ഞു. മൗറീഷ്യസിൽ അങ്ങനെ അവർ വരുന്നുണ്ട്, ഇന്റർവ്യൂ തന്നെ വിളിച്ചു. ഞാൻ ഒരു ഹോട്ടലിൽ താമസിച്ചത്. ഇന്റർവ്യൂ വിളിച്ചപ്പോൾ ഞാൻ ചെന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തെല്ലാം സെലക്ട് ആയി. പാസ്പോർട്ട് തരാൻ പറഞ്ഞു. ഞാൻ പാസ്പോർട്ട് ഇല്ല. അവർ പറഞ്ഞു പാസ്പോർട്ട് എടുക്കാൻ പറഞ്ഞു. ഞാൻ ആ ദിവസം പിറ്റേ ദിവസം നാട്ടിൽ വരാനായിട്ട് ടിക്കറ്റ് എടുത്തിരിക്കുകയായിരുന്നു. നാട്ടിൽ വന്നു. നാട്ടിൽ വൈഫൊക്കെ പോകുന്ന സഭയിലൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. അന്ന് ദേവാസം പ്രസംഗിച്ചപ്പം എന്താ പറഞ്ഞു, എന്നോട് പറഞ്ഞു പ്രസാദിന് വിദേശം വന്ന് എഴുതുന്ന ആഗ്രഹമുണ്ട്, രേഖകളെല്ലാം തയ്യാറായിക്കോളാൻ പറഞ്ഞു. പിന്നെ ഡൽഹി വന്ന് പാസ്പോർട്ട് അപ്ലൈ ചെയ്യാനായിട്ട് എല്ലാം ശരിയാക്കി. എല്ലാ കാര്യങ്ങളും അതിന് പ്രൂഫ് ഉണ്ടായിരുന്നു. റേഷൻ കാർഡ് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടും കൂടെ എല്ലാ കാര്യവും പാസ്പോർട്ട് 1 മാസം എനിക്ക് ലഭിച്ച് കൈ കിട്ടിയ 2 ദിവസം കഴിഞ്ഞ് പിന്നെ വിളിച്ചവർ നൈജീരിയയിൽ നിന്ന്. അവിടെ പോയി എല്ലാം ടെസ്റ്റ് ചെയ്ത് പാസ്സായി. അവർ സെലക്റ്റായി. പാസ്പോർട്ട് കൊടുത്തായതുകൊണ്ട് 15 ദിവസങ്ങളിൽ അവർ വിസയും ടിക്കറ്റുകൾ അയച്ചു തന്നു. അങ്ങനെ നൈജീരിയയിൽ പോയി. നൈജീരിയയിൽ അവിടെ 1 വർഷം ജോലി ചെയ്തുള്ളൂ. അപ്പം നൈജീരിയ വെച്ച് തന്നെ വേറൊരു കമ്പനിയിൽ ജോലി സെലക്ട് ചെയ്തിട്ടാണ് വന്നത്. സംസാരിച്ച് ഉറപ്പിച്ചിട്ടാണ് വന്നത്. ഡൽഹി വന്നിട്ട് പിന്നെ അവർ 2009 ആയപ്പോഴത്തേന് അവിടെ ഡൽഹി വന്ന് പിന്നെ ഒരു കമ്പനി ജോലിക്ക് കയറിയായിരുന്നു. 9 ആയപ്പോൾ പിന്നെ അവരെന്നെ വിളിച്ച് ക്യാമറൂണിലേക്ക് പോയി, ആഫ്രിക്കൻ കൺട്രിയിൽ. ആ ക്യാമറൂൺ സൗദി പോയി. അവിടെ ദൈവത്തിന് കൃപയാൽ നല്ല ശമ്പളവും നല്ല സൗകര്യമായിരുന്നു. അത് കഴിഞ്ഞ് അവിടുത്തെ ഫ്രഞ്ചുകാരൻ്റെ കമ്പനി പിന്നെ അവിടുത്തെ തന്നെ പിന്നെ കയറി. അവിടെ എനിക്ക് ഭയങ്കര നല്ല ശമ്പളവും ഒക്കെ നല്ല സെറ്റപ്പൊക്കെ ആയിരുന്നു. അങ്ങനെ ആയി അറിയിക്കാത്ത നന്മകളൊക്കെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തെ അങ്ങ് മാറുന്നു. ദൈവത്തെ ആരാധിക്കുക, ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക എല്ലാം ആയി ഈ ലോക മനുഷ്യനെ പോലെ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് 2013 എനിക്ക് നടുവേദന ഉണ്ടായി. ഡോക്ടറെ കണ്ട് ഡിസ്ക് ബൾജിങ് ആയി. എനിക്ക് നിൽക്കാൻ വയ്യാതെ ഈ നാട്ടിൽ വന്നു ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ തിരുമ്പ് എനിക്ക് ആശ്വാസം ലഭിച്ചു. പിന്നെയും പോയി. 2014 ആയപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് വേദന കൂടി. ഞാൻ പിന്നെ നാട്ടിൽ വന്നു അവിടെ ഹോസ്പിറ്റലിൽ തിരുമ്മിക്കൊണ്ടിരിക്കുകയായിരുന്നു. 15 ദിവസത്തെ ട്രീറ്റ്മെന്റ് ആയിരുന്നു. 15ാമത്തെ ദിവസം എനിക്ക് സന്ധ്യയായപ്പോൾ എനിക്ക് സ്ട്രോക്ക് വന്ന് അവരെന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി.
എങ്കിലും ചില ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ഡോക്ടർ ഇല്ലെന്ന് അതിനെ എടുത്തില്ല. അതിപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, അതൊക്കെ ദൈവികമായിരുന്നു. പിന്നെ അവരെന്നെ ഇവിടുന്ന് തിരുവല്ലായിൽ നിന്ന് ട്രിവാൻഡ്രത്ത് കൊണ്ടുപോയി. ആ സമയത്ത് അവിടെ ചെന്നെങ്കിൽ അതിന് സ്ട്രോക്ക് വരുമ്പോൾ 3 മണിക്കൂർ ഇഞ്ചക്ഷൻ കിട്ടണം. അതെനിക്ക് കിട്ടിയില്ലായിരുന്നു. അത് കാരണം അവിടെ ചെന്ന് എൻ്റെ ലെഫ്റ്റ് സൈഡ് തളർന്നു ഞാൻ പിന്നെ ഒരാഴ്ചയോളം 21 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. ഹോസ്പിറ്റലിൽ കിടന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. പിന്നെ ഒത്തിരി തിരുമ്പും ഹോസ്പിറ്റലൊക്കെ ഫിസിയോതെറാപ്പി എല്ലാം ചെയ്ത് ഒരുമാതിരി പ്രാർത്ഥന കൂട്ടി. ഇതിനിടെ ഞാൻ ഒരിക്കലും നല്ലതായിട്ട് ജീവിച്ചില്ല. ആഫ്രിക്കയിലൊക്കെ പോയിട്ട് എനിക്ക് നല്ലതായിട്ട് ജീവിക്കാൻ പറ്റിയില്ല. കാര്യം വചനം വായിക്കത്തില്ലായിരുന്നു. അപ്പം ഈ നാട്ടിൽ അവധി വരുമ്പോഴൊക്കെ ഉപവാസപ്രാർത്ഥന വെക്കും. പല പ്രവാചകന്മാരെയൊക്കെ വിളിക്കും. ഒരാൾ പോലും എനിക്ക് നീ എൻ്റെ വഴി ശരിയില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല. എല്ലാവരും പറഞ്ഞാൽ നിന്നെ ഇനി അനുഗ്രഹിക്കാനിരിക്കുന്നു, നീ ഒത്തിരി ഉയരത്തിൽ പല രാജ്യങ്ങളിൽ പോകുമെന്നുള്ള ദൂതല്ലാതെ നീൻ്റെ നടപ്പ് ശരിയാണെന്ന് ആരും എന്നോട് പറഞ്ഞില്ല. അപ്പം ഞാൻ ചോദിച്ചു, ദൈവമൊന്നും കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചിന്തിച്ച് പിന്നെ പഴയപടി മുന്നോട്ട് പോയി. പക്ഷേ 2000 സ്ട്രോക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഒത്തിരി പ്രാർത്ഥനയൊക്കെ വെച്ചു. അന്നും പലവരും പറഞ്ഞു ഇപ്പം തന്നെ ശരിയായി, പഴയ കമ്പനി തന്നെ ജോലിക്ക് പോകും. അങ്ങനെയൊക്കെ ഒരു കാര്യം ഉണ്ടായി. അങ്ങനെ 2015 ഞാൻ കമ്പനിയിൽ നിന്ന് എനിക്കൊരു ഫോൺ വന്നു. പ്രസാദ്, അപ്പം ഞാൻ അപ്പോൾ തന്നെ വടി കുത്തി നടക്കുന്ന പരുവത്തിലായിരുന്നു. പ്രസാദ് കുറച്ചൊന്ന് കമ്പനി ഒന്ന് വരാമോ, ചെറിയൊരു പ്രോബ്ലം ഉണ്ടോ, സോർട്ട് ഔട്ട് ചെയ്യണം, വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ അങ്ങ് യേസ് പറഞ്ഞു ധൈര്യത്തിൽ. വടി കുത്തി നടക്കുമല്ലോ എന്ന് ചോദിച്ചു. ഉടനെ അവർ ടിക്കറ്റും വിസയെല്ലാം അയച്ചു തന്നു. ഞാൻ 2015 അങ്ങനെ പോയി വീൽ ചെയറിൽ കയറി ഫ്ലൈറ്റിൽ കയറി അവിടെ ചെന്ന് ഇറങ്ങി. അപ്പോൾ അവിടെ ഞാൻ അതിന് മുമ്പ് അവിടുന്ന് മുതലാളി വിളിച്ചാൽ ഞാൻ എൻ്റെ കമ്പനിയുടെ സ്റ്റാഫിനെ ഞാൻ വിളിച്ച് ചോദിച്ചാൽ എന്തോ പ്രോബ്ലം എന്ന്. അപ്പം എന്നെ അറിയാവുന്നില്ലാത്ത അവർ പറഞ്ഞു കൊടുത്തായിരുന്നു. ഒരുമാതിരിയൊക്കെ സോർട്ട് ഔട്ട് ആയിരുന്നു പ്രോബ്ലം എല്ലാം. പിന്നെ അവിടെ ചെന്ന് ബാക്കിട്ട് സോർട്ട് ഔട്ട് ആയി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് വണ്ടിയൊന്നും കയറാൻ പറ്റത്തില്ലായിരുന്നു. കാര്യം ഒരു സൈഡ് കയറി കഴിഞ്ഞാൽ മറ്റേ കാലം എടുത്തു വെക്കണം വണ്ടിയിലോട്ട്. അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അവരെന്നെ നടപ്പും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്കൊരു പേടി, ഇവിടെ അങ്ങനെ ചത്ത കഴിഞ്ഞാൽ എന്തോ എന്ന് വിചാരിച്ച് അവരെന്നെ വിളിച്ച് ഡീസൻ്റായിട്ട് പറഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പ്രസാദ് തിരിച്ചു വെക്കൂ, പൂർണ്ണ സൗഖ്യമായിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അവരെനിക്ക് 2 മാസത്തെ ശമ്പളവും ടിക്കറ്റും എല്ലാം തന്നു. ഞാൻ തിരിച്ച് ഫ്ലൈറ്റിൽ കയറി. മുതലാളി എന്നെ വന്ന ഫ്ലൈറ്റിൽ കയറ്റി വിട്ടത്. ഫ്ലൈറ്റിൽ കയറിയപ്പോഴേ ഞാൻ നിരാശനായി. ഞാൻ ഈ ഫ്ലൈറ്റ് എവിടെ ഇടിച്ചു നിർത്തി അങ്ങ് ചാകായിരുന്നു. നിരാശ കയറി അങ്ങ് മരിച്ച് ഇനി ഞാൻ ജീവിക്കുന്നില്ല. എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു, എൻ്റെ ജോലി പോയി, എല്ലാം പദവി ആരോഗ്യം പോയി, എന്തിനും എല്ലാവരും ആശ്രയിക്കണമല്ലോ എന്ന് വെച്ചാൽ നിരാശ കയറിയിട്ട് ഞാനങ്ങ് വല്ലാണ്ടായി. ഞാനൊക്കെ ജനലിൻ്റെ സൈഡിൽ നിന്ന് ഞാൻ നോക്കി ഇരുന്നിടത്ത് പുറത്തോട്ട് ചാടാൻ പറ്റി അങ്ങ് ചാടിയായിരുന്നു. അങ്ങനെ ചിന്തിച്ചായിരുന്നു. അത്രയ്ക്ക് നിരാശനായി. ഞാൻ ജീവിക്കുന്നില്ല, എനിക്ക് വേണ്ട, ഇനി ജീവിതം വേണ്ട, എല്ലാം നഷ്ടമായി, ആരോഗ്യം പോയി, ജോലിയും പോയി, എല്ലാം പോയി. പിള്ളേർ 2 പേരും അന്ന് +2 കഴിഞ്ഞ് നിൽക്കുക. പിന്നെ നാട്ടിൽ വന്നു കഴിഞ്ഞ് പിന്നെ എനിക്ക് ആത്മഹത്യ ചെയ്യാനുള്ള എങ്ങനെ മരിച്ചാൽ മതി, ജീവിക്കണ്ട, എങ്ങനെ മരിക്കുമെന്ന് അറിയത്തില്ല. മരിക്കണമെങ്കിൽ എനിക്ക് ആരുടെ സഹായം വേണം. കാരണം റെയിൽവേ പാളത്തോട് കയറണമെങ്കിൽ അത് കയറ്റമാണ്. ട്രെയിൻ അടിച്ചാണെങ്കിൽ ആരുടെ സഹായം വേണം, പിടിച്ച് കയറ്റണം. കെട്ടിഞ്ഞാൾ അതിന് സഹായം വേണം. എന്ത് ചെയ്യണം? വിഷം കിട്ടിയാൽ കുടിക്കാമെന്ന് വിചാരിച്ചിങ്ങനെ എന്നും രാവിലെ ഞാൻ നടക്കാൻ പോകുമായിരുന്നു ഒറ്റയ്ക്ക്. വെടിയും കുത്തി നടക്കാൻ പോകുമായിരുന്നു. കുറച്ച് ചിലപ്പോൾ അവിടെ ഞങ്ങളുടെ പോകുന്ന വഴി 2 സൈഡിൽ കണ്ടമുണ്ട്, നെൽകൃഷി ചെയ്യുന്ന കണ്ടം. അപ്പോൾ അവിടെ മരുന്നടിക്കാനായിട്ട് ഒരു മരുന്ന് വെച്ചിട്ടുണ്ടിരിക്കുക. അവൻ്റെ ഞാൻ നോക്കി കുപ്പിക്കകത്ത് മരുന്നിരിക്കുന്നു. അവൻ കാണാതെ ഞാൻ ആ വടി കൊണ്ട് ഒരു ഇല അഴിയോട്ട് കയറ്റി തിരിച്ചു വരുമ്പോൾ എടുക്കാതെ ചങ്ങയിൽ വെച്ചാൽ. പക്ഷെ അത് തിരിച്ചു വന്നപ്പോൾ അവനത് എടുത്ത് ഉപയോഗിച്ചു. അതൊന്നും പറ്റിയില്ല. പിന്നെ ഇങ്ങനെ നിരാശനായി ജീവിച്ചിങ്ങനെ എങ്ങനെ രാവിലെ എണീക്കുമ്പോൾ എങ്ങനെ മരിക്കണം ആ ചിന്തയുള്ള എനിക്ക്. മരിക്കണം, ജീവിക്കണം എന്നൊരു ചിന്തയായി. എങ്ങനെ മരിക്കണം എന്ന് അറിയത്തില്ല. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ റെയിൽവേ പാളത്തിൽ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ കയറ്റമില്ലാത്ത സ്ഥലമുണ്ട്. അവിടെ പോയി ട്രെയിൻ അടി കയറാമെന്ന് വിചാരിച്ച് ഞാൻ ബർമഡയുടെ പോക്കറ്റ് ഒരു ലെറ്ററൊക്കെ എഴുതിയിട്ടു. ഞാൻ സ്വയമായിട്ട് മരിക്കുവാണ്, എൻ്റെ മരണത്തിന് ഞാൻ ഉത്തരവാദികളല്ല. എൻ്റെ വൈഫിൻ്റെ ഫോൺ നമ്പറും എൻ്റെ വൈഫിൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ സിബിയുടെ ഫോൺ നമ്പറും എല്ലാം എഴുതി വെച്ച് നടന്ന് പകുതി പോയപ്പോൾ എനിക്ക് മനസ്സിലാക്കാം, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ പിള്ളേരെ ട്രെയിനിൻ്റെ അടി കയർത്താൻ പ്രസാദിൻ്റെ മക്കൾ അറിയപ്പെടുമല്ലോ. അങ്ങനെ പക്ഷേ എൻ്റെ പിള്ളേർക്ക് നാണക്കേടാവുമെന്ന് ചോദിച്ചാൽ വലിയൊരു ഭാരം കൂടാതെ ഞാൻ തിരിച്ചിങ്ങ് പോന്നു. പിന്നെ ഇങ്ങനെ തിരിച്ചു പോന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒരു ദിവസം ഞാൻ രാവിലെ എണീറ്റപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. അതിൻ്റെ ഇടയിൽ കമ്പനി ഓരോരുത്തർ വിളിക്കുമ്പോൾ ഭയങ്കര വിഷമം കൂടും. രാവിലെ എങ്ങനെ മരിക്കണം, രാവിലെ നടന്നു പോകുമ്പോൾ എനിക്ക് മരിക്കാനും പറ്റുന്നില്ല. കർത്താവ് എന്ത് പറ്റിയേ, നീ മരിക്കണം എന്ന് വെച്ചാൽ മരിക്കാനും പറ്റുന്നില്ല. ഇനി നടന്നു പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പോകുന്ന വഴി സൈഡിൽ 2 കാടുണ്ട്, ഭയങ്കര കാടാണ്. ഞാൻ ആ കാടിനവിടെ നിന്ന് കാടിനോട് നിലവിളിക്കുക, കാട, നിങ്ങൾക്ക് എന്നെ അറിയത്തില്ലേ? ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞ, നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല, ഞാൻ
പണ്ട് ഇതിൽ സൈക്കിൾ സ്റ്റാൾ ഓടിച്ച പ്രസാദ് മോഹന എൻ്റെ അവസ്ഥ കണ്ടില്ല, എനിക്ക് ജീവിക്കണ്ട, നിങ്ങൾ വല്ല വിഷമുള്ള പാമ്പിനെ വിളിച്ചു വെച്ചിട്ട് ഇറക്കി വിടാൻ, എന്നെ കുത്തി എൻ്റെ വിഷം പോലെ എൻ്റെ ഉള്ളിൽ കയറ്റ, എനിക്ക് ജീവിക്കണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ് നടന്നു പോയി. അപ്പോൾ അതിനപ്പുറത്തെ വീടുണ്ട്, ആ വീട്ടിലെ ആൻറ്റി അങ്കിൾ എന്ന് പറഞ്ഞാൽ നീ പോയി കഴിഞ്ഞപ്പോൾ വലിയൊരു പാമ്പ് ഇറങ്ങി ഓടുന്ന് കിടക്കുമായിരുന്നു. എനിക്കത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്ന സംഭവിച്ചു. പിന്നെ അവർ ഓടിച്ചിട്ടൊക്കെ കല്ല് വെച്ചത് ഓടുന്നു. പിന്നെ അവിടുത്തെ അങ്കിള് ഒരു മരച്ചില്ല വന്ന് കൊമ്പി ചെടി അങ്ങനെ വിട്ട് കഴിഞ്ഞപ്പോൾ അത് പോയത്. പിന്നെ ഇങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു. പിന്നെ ഞാൻ മരിക്കണം ചിന്തയായില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ രാവിലെ നമ്മുടെ ജോളി പാഷ ചർച്ചിലെ ഒരു സണ്ണിച്ചാൻ എന്ന് പറയും, സണ്ണി എന്ന ഇവിടെ പേര്, സണ്ണിച്ചാൻ ഞങ്ങൾ വിളിക്കും. അദ്ദേഹം രാവിലെ കയറി വന്ന് എന്നെ കാണാനായിട്ട് വന്നു. അദ്ദേഹം ഒത്തിരി സംസാരിച്ചു, ജോളി പാഷ പുസ്തകം എഴുതി അതൊക്കെ തന്നു. പിന്നെ പുള്ളി എന്നോട് ഇന്ന് വൈകിട്ട് ഒരു ബൈബിൾ ക്ലാസ് ഉണ്ട്, 2015 സെപ്റ്റംബർ മാസത്തിൽ ഇന്ന് വൈകിട്ട് ഞങ്ങൾ ബൈബിൾ ക്ലാസ് ഉണ്ട്, അവിടെ വരാൻ പറ്റുമ്പോൾ വരാൻ പറഞ്ഞു. എന്നാൽ അങ്ങ് പോകാതെ ഞങ്ങളുടെ ചർച്ച വേറൊരു ക്യാൻസർ ഉള്ള ഒരു അച്ഛനും ഉണ്ടായിരുന്നു, ഞങ്ങൾ വലിയ കൂട്ടായിരുന്നു. പുള്ളിയെ വിളിച്ചു, അനിച്ച ഇന്ന് വൈകിട്ട് ബൈബിൾ ക്ലാസ് ഉണ്ട്, വരണമെന്ന് പറഞ്ഞു. പുള്ളി വന്നു, ഞങ്ങൾ രണ്ടും കൂടെ പോയി. അവിടെ ചെന്നപ്പോൾ എബ്രായ ലേഖനം പഠിപ്പിച്ചുകൊണ്ടിരുന്ന പാസ്റ്റർ. അപ്പം ഞങ്ങൾ ഇച്ചിരി ലേറ്റായിട്ടാണ് ചെന്ന്. എന്നോട് പാസ്റ്റർ പറഞ്ഞു, പ്രസാദ് വീട്ടിൽ പോയിട്ട് വൈകിട്ട് എബ്രായ ലേഖനം 12-ാം അധ്യായം വായിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് വീട്ടിൽ വന്ന് യാതൊരു ഉറക്കം വരുന്നില്ല, എബ്രായ 12-ാം അധ്യായം മാത്രം ചിന്ത വരുന്നു. രാവിലെ എണീറ്റ് ഉടനെ എല്ലാം ചെയ്തിട്ട് ഞാൻ ബൈബിളുമായിട്ട് ഇരുന്നു 12-ാം അധ്യായം വായിക്കാൻ. ഒന്നാം കാഴ്ച ഒന്നും വാക്യം വരുന്നത് മനസ്സിലായില്ല. രണ്ടാം വാക്യപ്പോൾ വിശ്വാസ നായകരും പൂർത്തി വരുവാനായ യേശുവിന്റെ ആ വാക്യം, അതെൻ്റെ ക്രൂശിനെ സഹിച്ച ആ വാക്യം ഉണ്ടല്ലോ, എന്നെ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അതിനെ ധ്യാനിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി, ഇത് ദൈവം എന്നെ വിടുവിക്കും, എനിക്കൊരു വിടുതലുണ്ട് എന്ന്. പിന്നെ താഴോട്ട് വായിച്ചപ്പോൾ പ്രേരണപ്പെടുന്ന 4-ാമത്തെ വാക്യത്തിൽ കർത്താവ് സ്നേഹിക്കുന്നു, എല്ലാം ശിക്ഷിക്കുന്നു, ശാസിക്കുന്നു. ഇപ്പോൾ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ മകനാണെന്നും ആ അധ്യായം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ ദൈവം സ്നേഹിക്കുന്ന മനുഷ്യനെ ശിക്ഷിക്കുന്നു, ശിക്ഷ എന്തിനാണ് 10-ാം വാക്യത്തിലുണ്ട്. അപ്പോൾ മനസ്സിലായി, നീ പാപത്തിൽ പോരാടുന്നതിലും പ്രാണത്യാഗത്തിലും സഹിച്ചു ആ വാക്യം എന്നെ മനസ്സിലായി. എൻ്റെ കയ്യിലിരിപ്പുണ്ട്, എനിക്ക് അസുഖം ഉണ്ടായത് എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെ ദൈവത്തിൽ തന്നെ ആശ്രയിച്ചു. കർത്താവേ സഹായിക്കണേ, എൻ്റെ കുറവ് ക്ഷമിക്കണം എന്ന് പ്രാർത്ഥിച്ച. ഒത്തിരി ഇരുന്ന് കരഞ്ഞു, രാവിലെ ആരും കണ്ടില്ല, ബൈബിൾ ഒത്തിരി കരഞ്ഞിട്ട് എൻ്റെ കരഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം ഭയങ്കര ആശ്വാസം. ഞാൻ ഇനി മരിക്കുന്നില്ല, കർത്താവ് വിളിക്കുമ്പോഴേ പോകുന്നുള്ളൂ, തീരുമാനമെടുത്തു. എന്ത് വന്നാലും കർത്താവ് ആത്മഹത്യ ചെയ്ത പരിപാടിയില്ല, കർത്താവ് വിളിക്കുമ്പോഴേ പോകത്തുള്ളൂ. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ബൈബിൾ പിന്നെ വായിക്കാൻ തുടങ്ങി. അന്ന് തൊട്ട് ഞാൻ ഇത് ബൈബിൾ വായന തുടങ്ങി, ഇന്ന് വരെ നിർത്തിയിട്ടില്ല. ഒറ്റ ദിവസം പോലും വായിക്കാതെ കിടക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ബൈബിൾ വായിച്ചു. പിന്നെ ജോളി പാസ്റ്റർ ഒരു ബൈബിൾ ക്ലാസ് ഉണ്ട്, അവിടെ പോയി ഒത്തിരി ശമ്പലം പ്രാപിച്ചു. ക്രിസ്തുവിന്റെ കുരിശിന്റെ സ്നേഹവും ആ കാര്യങ്ങൾ അറിഞ്ഞാൽ പിന്നെ ദൈവം എന്നെ ഒത്തിരി ബലപ്പെടുന്ന വാക്യങ്ങളൊക്കെ എന്നെ ബാർ വായിച്ച് ഞാൻ ഒത്തിരി ആശ്വാസം കണ്ടെത്തി. ദൈവം ഇന്ന് വരെ മരണത്തെക്കുറിച്ച് ചിന്തയുണ്ടായിട്ടില്ല. കർത്താവ് വിളിക്കാൻ പോകാൻ, അന്ന് ഞാൻ മരിച്ചെന്ന് ഒരിക്കലും ഞാൻ സ്വർഗത്തിൽ പോകത്തില്ല. പക്ഷെ ഇന്ന് മരിച്ചാൽ ഞാൻ സ്വർഗത്തിൽ പോകുന്നത് ഭയങ്കര ഉറപ്പുണ്ട്. അത്ര എനിക്ക് പാപക്ഷമ, ഞാൻ വലിയ പാപിയായിരുന്നു, കർത്താവിൻ്റെ പാപങ്ങളെ ക്ഷമിച്ചു എന്നെല്ലാം മനസ്സിലായി. ക്രൂശിനെ കുറിച്ച് അവൾ ബോധം ലഭിച്ചു. ക്രിസ്തുവിനെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങി. അത് കർത്താവ് ഇത്രത്തോളം നടത്തി. എനിക്ക് അസുഖമായപ്പോൾ ഭയങ്കര നിരാശനായ കാര്യം, മോക്ക് രണ്ടുപേരും +2 കഴിഞ്ഞ് നിൽക്കുക. മോക്ക് പിന്നെ BSc നഴ്സിംഗ് അഡ്മിഷൻ കിട്ടി, മോൻ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ കിട്ടി. പിന്നെ അവരുടെ ഫീസിൻ്റെ കാര്യമൊക്കെ അതൊന്നും എനിക്ക് അറിയത്തേയില്ല കേട്ടത്. ദിവസം അതൊക്കെ ദൈവം നടത്തിയ, ഞാൻ അറിയാതെ തന്നെ ഓരോരുത്തർ ആ ഫീസിൽ അടച്ച് ദൈവത്തിൽ. ഇപ്പോൾ പഠിത്തം കഴിഞ്ഞ് അവിടെ ബോർഡം വിവാഹം കഴിഞ്ഞു. അവളിപ്പോൾ തിരുവല്ല ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. ദൈവം അങ്ങനെ നടത്തിയെന്ന് എനിക്കറിയില്ല, ദൈവം നടത്തിയെന്ന് പറഞ്ഞാൽ മതി. എനിക്കൊരു പ്രയാസം ഉണ്ടാവും, ദൈവം അനുവദിച്ചില്ല. എനിക്കിതായിരുന്നു കൂടുതൽ പ്രയാസം. അസുഖമായി കഴിയുമ്പോൾ പിള്ളേരുടെ പഠിത്തം അങ്ങനെ ആയി തീരുമെന്നുള്ള പ്രയാസം, അത് ഏറ്റവും വലിയ പ്രയാസം. അതായത് അത് ദൈവം ഒരു കുഴപ്പം കൂടാതെ, എനിക്കൊരു ടെൻഷനും ഇല്ലാതെ എല്ലാം തക്ക സമയത്ത് എൻ്റെ വൈഫിന്, അനിയത്തിയുടെ ഭർത്താവ് പിള്ളേരുടെ സമയം ചോദിച്ച്, ഞാൻ പോലും അറിയാം, ഞങ്ങൾ പോലും അറിയാം, അങ്ങോട്ട് ഫീസ് അടച്ച് എല്ലാം പിള്ളേരുടെ വിദ്യാർത്ഥി പാസ്സായി. ഇന്ന് മോന് ഉപരിപഠനത്തിന് വേണ്ടി കാനഡയിൽ പോയിരിക്കുക. അവൻ്റെ പഠിത്തം കഴിഞ്ഞ് അവിടെ അവൻ്റെ ചെറിയ ജോലി അവിടെ ജീവിക്കുന്നു. മോളിവിടെ കുടുംബസ്ഥയായിട്ട് പുഷ്പഗിരി ഹോസ്പിറ്റൽ ജോലി ചെയ്യുന്നു. കുഴപ്പമില്ല, ദൈവം നടത്തുന്നു. ഇതാണ് ദൈവദാസന്റെ സാക്ഷ്യം. ദൈവം എന്നെ നടത്തുന്നു, കർത്താവിൽ കൂടുതൽ പ്രത്യാശ ജീവിക്കാനുള്ള കൃപ തരുന്നു. പിന്നെ ദൈവം എന്നെ പൂർണ്ണ സൗഖ്യമാക്കുകയും പൂർണ്ണ വിശ്വസിച്ചതോ ദൈവം നടത്തിയല്ലോ. വടിയും കുത്തിയൊക്കെ ആരാധനയൊക്കെ പോകാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. നേരത്തെ വണ്ടിയെ കയറാൻ ബുദ്ധിമുട്ടുണ്ട്, അതിപ്പോൾ മാറി. കാറെ കയറാൻ ബുദ്ധിമുട്ടുണ്ട്, കാലെടുത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല, തന്നെ എടുത്തു വെച്ച് പോകാനുള്ള കൃപ ദൈവം തരുന്നുണ്ട്. പിന്നെ ദൈവം നടത്തുന്ന സൗഖ്യമാകും പൂർണ്ണ വിശ്വസിക്കുന്നു.
ഈ നിരാശരായിരിക്കും ദൈവങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ സാക്ഷ്യം കേട്ട എല്ലാ ദൈവമക്കളെ ദൈവം അനുഗ്രഹിക്കുകയും നിരാശരായിരുന്ന ദൈവം ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശുവിനെ അപേക്ഷിക്കുന്നു. ഇങ്ങനെ സാഹചര്യം ദൈവം ഒരുക്കി തന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. യേശുവിനെ അപേക്ഷിക്കുമ്പോൾ കേൾക്കണമേ. ആമേൻ. താങ്ക് യു കർത്താവിൻ ദാസൻ പ്രിയ പ്രസാദ് എബ്രഹാം അവറുകൾ. ഇത്രത്തോളം സമയം ദൈവത്തിന്റെ കരുതലുകളെ കുറിച്ച്, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെ കുറിച്ച്, ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ഒരു നാമധേയ ക്രൈസ്തവ കുടുംബത്തില് ജനിച്ച് വളർത്തപ്പെട്ടു. എന്നാൽ ജീവിതത്തില് മുന്നോട്ട് പല സാഹചര്യങ്ങൾ നിമിത്തം മദ്യപാനി എന്ന ആ ഒരു ലേബല് ചാർത്തപ്പെട്ടു. എന്നാൽ പിന്നത്തേതില് പല വിധത്തിലുള്ളതായ ജീവിതയാത്രയിൽ മുന്നോട്ട് പോയെങ്കിലും തക്ക സമയമായപ്പോൾ ദൈവം തനിക്കായിട്ട് വിളിച്ച് വേർതിരിച്ച് ഇന്ന് കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുവാൻ ദൈവം ഉപയോഗിക്കുന്നു എന്ന് അറിയുവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസ്സോടെ ജീവിച്ച് കർത്താവിന് നല്ല സാക്ഷ്യം വഹിപ്പാൻ ദൈവം അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ TV പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീരട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മദ്യപാനം ഒന്നിനും പരിഹാരമല്ല, ആത്മഹത്യയും ഒന്നിനും പരിഹാരമല്ല. ജീവിതത്തില് ഏത് പ്രതിസന്ധിയും പ്രശ്നവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും അത് നമ്മുടെ ജീവിതത്തില് അതിജീവിക്കുവാനുള്ള ഒരു കൃപ കൂടി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവസന്നിധിയിൽ ദൈവഹിതപ്രകാരം നാം നയിക്കപ്പെടുവാൻ, നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതം തികച്ചും വ്യത്യസ്തമായ അനുഭവങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ഇടയായിത്തീരും. ഈ സാക്ഷ്യം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിശേഷം പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്കും ഓൺലൈനിലൂടെ സംബന്ധിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.